വളരെ പതിയെ ആവണി റൂം ലോക്ക് ചെയ്തു. ശേഷം അവരുടെ അടുത്തേക്ക് വന്ന് അല്പനേരം നോക്കി നിന്നു. മൈ ഡിയർ ജാൻ, നീ ശരിക്കൊരു ജാൻ തന്നെയാ എൻ്റെ ജാൻ. എന്തൊരു ഭംഗിയാടാ നിനക്ക്, എന്തൊരു ബോഡിയാടാ നിന്റെ. മറ്റവളുടെ തൊലിവെളുപ്പ് കണ്ടിട്ടാണോ നിന്റെ ഈ ദൃഢം നിറഞ്ഞ ശരീരത്തിൻ്റെ ബലം മുഴുവൻ നീ അവളിൽ തീർക്കാൻ കാത്തു സൂക്ഷിക്കുന്നു. നിനക്ക് പറ്റിയത് എന്നെ പോലെ ഒരു പെണ്ണാ. നിന്റെ ശക്തി നീ കാണിക്കുമ്പോൾ അത് ഇരട്ടിയിൽ നിനക്ക് തിരിച്ചു നൽകുന്ന ഉശിരുള്ള പെണ്ണ്. അവൾ നിന്നെ ഒരിക്കലും താങ്ങില്ല ജാൻ. നിന്നിലെ ക്രേസിനെസ് ഞാൻ കണ്ടിട്ടുള്ളതാ അവളോട് നീ കാണിക്കുന്നത്. പക്ഷേ അത് എനിക്കും കൂടി അനുഭവിക്കാൻ ഞാൻ വല്ലാതെ കൊതിച്ചു പോയി ജാൻ. എൻ്റെ കയ്യിൽ ആ ട്രക്കിപ്പുണ്ടായിരുന്നെങ്കിൽ നിന്റെ ശരീരത്തിൽ അത് കടത്തിവിട്ട ശേഷം വികാരങ്ങളെ പിടിച്ചു കിട്ടാൻ കഴിയാതെ നീ പെടയുമ്പോൾ ഞാൻ ഇതുപോലെ നിന്റെ മുന്നിൽ വന്ന് നിന്നേനെ. മനസ്സിലായ അവനോട് അവൾ ഒത്തിരി സംസാരിച്ച ശേഷം അവൻ്റെ അടുത്തേക്ക് കുനിഞ്ഞു നിന്നു. അവൻ്റെ മുഖത്തേക്ക് മുഖമടുപ്പിച്ച് അവൾ ആഞ്ഞു മണത്തു. എന്തൊരു മണാണ് നിനക്ക്. നിന്നിലെ ഈ ഗന്ധം മാത്രം മതി ഏതൊരു പെണ്ണിന്റെയും വികാരങ്ങൾ അതിന്റെ ഉച്ചസ്ഥായിലെത്തിക്കാൻ. പെട്ടെന്നാണ് അവളുടെ പുറകിൽ കിടന്ന മുടിയൽപ്പം അവന്റെ മുഖത്തേക്ക് വീണത്. ആവണിയൊന്ന് ഞെട്ടി ഉയർന്നു. ജാനൊന്ന് ഏങ്ങിക്കൊണ്ട് ഇളകി. ശേഷം ഒന്ന് പുഞ്ചിരിച്ചു. വലതുവശത്ത് ആരുടെയോ സാമീപ്യം അറിഞ്ഞ നിമിഷം മറ്റൊന്നും ശ്രദ്ധിക്കാതെ അവനതിനെ കടന്നു പിടിച്ചു. അത്രമേൽ വേഗത്തിൽ ആവണിയുടെ കയ്യിൽ പിടിച്ച ജാൻ അവളെ വലിച്ച് ബെഡിലേക്ക് ഇട്ട ശേഷം അവളുടെ ദേഹത്തേക്ക് അമർന്നു. ആവണി ഒരു നിമിഷം ഒന്ന് വിറച്ചുപോയി. അവന്റെ കൈകരുത്തിന് മുമ്പിൽ, അവന്റെ ബലത്തിനു മുമ്പിൽ അവൾ ഞെട്ടിപ്പോയി.